ഒഴിച്ചുകൂടാനാവാത്ത ഒരു ദിവസമാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലും ഒരു പ്രൗഡ് മൊമെൻറ്റിലും നിൽക്കുന്ന ഒരു ദിവസമാണിന്ന്. യെസ്, നമ്മളുടെ ബ്രില്യൻറ്റിലെ വിക്ടറി ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് BSOയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ഡാലിയ കുട്ടിയും അതേപോലെ തന്നെ ഡാലിയയുടെ പാരൻസുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഡാലിയോട് ചോദിച്ചു നോക്കാം, എങ്ങനെയായിരുന്നു നമ്മളുടെ BSO, നമ്മുടെ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡാണ് നമ്മുടെ BSO എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു BSOയിലുള്ള ആ ഒരു ജേർണി, എങ്ങനെയാണ് ഇത്രയും നല്ലൊരു വിജയമൊക്കെ കരസ്ഥമാക്കാൻ ഡാലിയ കുട്ടിക്ക് കഴിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഫാമിലിയോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാലിയ കുട്ടിയോട് തന്നെ ചോദിച്ചു നോക്കാം അല്ലേ. നമ്മൾ ഈ BSO എന്ന് പറയുന്ന കോഴ്സ് ഈ എഞ്ചിനീയറിംഗ് അതുപോലെ മെഡിക്കൽ റിസർച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BSO എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാലിയ കുട്ടിയോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇത്രയും നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞതെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഫസ്റ്റ് പ്രൈസും അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു വിജയമൊക്കെ എങ്ങനെയാണ് കരസ്ഥമാക്കാൻ പറ്റിയത്? ഈ ഒളിമ്പ്യാഡിൻ്റെ ബ്രോഷർ വന്ന ദിവസം തന്നെ ഞാൻ ഷെഡ്യൂൾ എല്ലാതും ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഡേ ബൈ ഡേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചു. ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ പോവാറുള്ളൂ. അങ്ങനെ ഗ്രാജുവലി സ്റ്റേജ് 1 ഉണ്ടായിരുന്നു. എന്നിട്ട് സ്റ്റേജ് 1ൻ്റെ ശേഷം ദർ വാസ് മെനി ടൈം ഫോർ മീ ടു പ്രിപ്പയർ ഫോർ സ്റ്റേജ് 2. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ എക്സ്ട്രാ ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൽ തന്നെ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ടായിരുന്നു, പിന്നെ എലൈറ്റ് ബാച്ചിലും ഉണ്ടായിരുന്നു, പിന്നെ കുറേ എക്സ്ട്രാ ബുക്സും ഞാൻ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാതും കൂടി ഒരുമിച്ചായപ്പോൾ സെറ്റായി. ഓക്കെ, അപ്പോൾ അതേ നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, ബ്രില്യൻറ്റിൻ്റെ എല്ലാ വഴികളിലൂടെയും ആര് സഞ്ചരിച്ചിട്ടുണ്ട്? നമ്മളുടെ ഡാലിയ കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റ് കൊടുത്തിട്ടുള്ള ആ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ക്ലാസ്സുകളൊക്കെ ആൾക്ക് ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഡാലിയ പറയുന്നത്. അപ്പോൾ അതേ ഡാലിയയുടെ ഫാദർ ഷാഫി സാറ്, അപ്പോൾ നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ കോട്ടയ്ക്കൽ ബ്രാഞ്ച് ഇപ്പം അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ കോട്ടയ്ക്കൽ ബ്രാഞ്ചിൻ്റെ എല്ലാം ആയിട്ടുള്ള നമ്മളുടെ ഷാഫി സാറിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് മകളുടെ ഈ ഒരു വിജയം നോക്കി കാണുന്നതെന്നുള്ള കാര്യം. സാർ, എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? വളരെ സന്തോഷമുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡാലിയ വർക്ക് ചെയ്തുകൊണ്ടാണ് അവൾക്ക് വിജയം കിട്ടിയത്. എല്ലാ കുട്ടികളും ഇതേമാതിരി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഡാലിയയുടെ അമ്മ കൂടി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് അമ്മയ്ക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്ത് തോന്നുന്നു മകളുടെ ഈ ഒരു വിജയത്തിൽ? സന്തോഷം തന്നെ, സന്തോഷമുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്ത് അവള് അതിനുള്ള റിസൾട്ട് അവൾക്ക് കിട്ടി. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിരുന്നു അങ്ങനെ ടഫ് ആയിരുന്നു, അങ്ങനെ ചില സബ്ജക്റ്റ് ഈസി ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് ഫിസിക്സും മാത്സും വെച്ചിട്ടാണ്. പിന്നെ ബയോളജി അവസാനം നോക്കുമ്പോൾ അത് സെറ്റാക്കാൻ പറ്റും. പിന്നെ കെമിസ്ട്രി ഓൺ ദ വേ നോക്കിപ്പോയി. അപ്പോൾ അതേ ഫിസിക്സും മാത്സും ആണ് ഫസ്റ്റ് നമ്മളുടെ ഡാലിയ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഫിസിക്സ് മാത്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ആ ഒരു സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു കാര്യവും ഈസി ആയിട്ട് നമ്മുടെ കൈവെള്ളയിലാക്കാം എന്നാണ് ഡാലിയ ഇപ്പോൾ തെളിയിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ക്ലാസ്സുകൾ എന്നൊക്കെയുള്ള രീതി നമുക്കൊന്ന് ഡാലിയോട് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയായിരുന്നു ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നത്? ഓൺലൈൻ ആയിരുന്നോ, എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ 6th മുതൽ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ഫൗണ്ടേഷൻ കോഴ്സ്. ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. സ്കൂളിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സയൻസും മാത്സും ഒക്കെ എപ്പോഴും ഫുൾ മാർക്കായിരുന്നു ഇത് തുടങ്ങിയതിൻ്റെ ശേഷം. അപ്പോൾ ഇനിയും ഇവിടെ തന്നെ ബ്രില്യൻ്റെ കൂടെ തന്നെ ചേർന്ന് പഠിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ വിക്ടറി ഡേ ആണ്. അപ്പോൾ ഒരുപാട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഫസ്റ്റ് റാങ്ക് ഒക്കെ നേടി ബ്രില്യൻറ്റിൽ ഇനിയും വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.